സോളമൻ അന്നും ഒരുപാട് കുടിച്ചിട്ടുണ്ടായിരുന്നു. റാഹേലിന്റെ മുഖം ഓർമ്മയിൽ തെളിയുമ്പോൾ അവന്റെ കണ്ണുകൾ ചുവക്കും. വീണ്ടും വീണ്ടും മദ്യപിക്കും. ഉറയ്ക്കാത്ത കാൽവെപ്പുമായി സോളമൻ ബാറിൽ നിന്നും ഇറങ്ങി. ഒരു വിധത്തിൽ കാറിൽ കയറി ഓടിച്ച് വീട്ടിലെത്തി. പോർച്ചിൽ കാറിന്റെ ശബ്ദം കേട്ട് റാഹേൽ എഴുന്നേറ്റ് അഴിഞ്ഞുകിടന്ന മുടി വാരി കെട്ടിവെച്ചു. ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ഹാളിലേക്ക് വന്നു. വാതിൽ തുറന്നു. അപ്പോഴേക്കും കണ്ടു കാല് നിലത്തുറയ്ക്കാതെ നിൽക്കുന്ന സോളമൻ. അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു. അവന്റെ കൈകൾ പിടിച്ചു. അവളുടെ കഴുത്തിൽ ചുറ്റി ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. എന്നെ നീ പിടിക്കണ്ട. നീ ആരാടി ചൂലേ ഈ സോളമനെ പിടിക്കാൻ? എത്ര കുടിച്ചാലും ഞാൻ സ്റ്റഡി ആണടി. അവളെന്നെ സഹായിക്കാൻ വന്നേക്കുന്നു. സോളമന് ബാലൻസ് കിട്ടാതെ പലപ്പോഴും റാഹേലും വീഴാൻ പോയി. കൈ തട്ടി ഫ്ലവർ വേസ് നിലത്തേക്ക് വീണു. അത് കണ്ട് റാഹേൽ പല്ല് കടിച്ചു. എന്തിനാ മനുഷ്യ എന്നും എല്ലാരെയും ഉണർത്തി വായിലിരിക്കുന്നത് കേൾക്കുന്നത്? എന്റെ കർത്താവേ, എന്റെ തലയിലെഴുത്ത്. പെട്ടെന്നാണ് സ്റ്റെപ്പിന്റെ ഇടതുവശം ചേർന്നുള്ള സണ്ണിയുടെ മുറി തുറന്ന് സണ്ണിയും ഭാര്യ സ്റ്റെല്ലയും പുറത്തേക്ക് വന്നത്. സണ്ണി അനിയനെ വേദനയോടെ നോക്കി. ആ കണ്ണുകൾ റാഹേലിലെത്തിയതും അറിയാതെ നോട്ടം മറ്റെങ്ങോ മാറ്റി. അവളുടെ കണ്ണുകളിലെത്തി അയാളെ ദഹിപ്പിക്കാൻ പോന്നതായിരുന്നു. എന്നും പാതിരാത്രി മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാമെന്ന് കെട്ടിയോനും കെട്ടിയോളും കൂടി നേർച്ചയിട്ടിട്ടുണ്ടോ? കുറേയായി ഇത് സഹിക്കുന്നു. സ്റ്റെല്ല, മതി. അപ്പനെയും അമ്മച്ചിയും കൂടി ഉണർത്തണ്ട. നീ പോയി കിടക്കാൻ നോക്കൂ. അവരുടെ കാര്യം അവർ നോക്കിക്കോളും. അല്ലെങ്കിലും അനിയനെ ഏതേലും പറഞ്ഞാൽ നിങ്ങൾക്ക് പൊള്ളുമല്ലോ. ഞാനൊന്നും പറയുന്നില്ല. അതും പറഞ്ഞ് സ്റ്റെല്ല അകത്തേക്ക് പോയി. റാഹേൽ സോളമനെയും താങ്ങി സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയതും സോളമൻ വേച്ച് സ്റ്റെപ്പിൽ നിന്നും ഊർന്ന് നിലത്തേക്ക് വീണു. ഇച്ചായ! നിലവിളിയോടെ റാഹേൽ സോളമന്റെ അടുത്തേക്ക് ചെന്നു. നിലത്ത് വീണുകിടന്ന സോളമനെ താങ്ങിയെടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോയി ബെഡിൽ കിടത്തി. അടുത്ത് കിടക്കുന്ന 3 വയസ്സുകാരൻ ജോയ്മോന്റെ കവിളിൽ പതിയെ തലോടി പുറത്തേക്കിറങ്ങി. റാഹേൽ ഡോറടച്ച് കുറ്റിയിട്ടു. സോളമന്റെ അടുത്തേക്ക് വന്നിരുന്നു. അവന്റെ മുറിഞ്ഞ നെറ്റിയിൽ പതിയെ തലോടി. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്നും മരുന്നെടുത്ത് അവന്റെ മുറിവിൽ വെച്ചു. ഉറക്കത്തിലും അവന്റെ ചുണ്ടുകൾ അവളുടെ പേര് മന്ത്രിച്ചുകൊണ്ടിരുന്നു. റാഹേലെ, നീ എന്നാടി ഇച്ചായനെ മനസ്സിലാക്കാതെ? നീ എന്നതിനാ എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നേ? ഇച്ചായന് നിനക്ക് ഇഷ്ടമല്ലേ? റാഹേലിന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അവൾ ശബ്ദം പുറത്തു വരാതിരിക്കാൻ വായ പൊത്തി കരഞ്ഞു. സോളമൻ ഉറങ്ങിയെന്ന് കണ്ടതും അവൾ അവന്റെ അടുത്തേക്ക് വന്നിരുന്നു. നെറ്റിയിലും കവിളിലുമൊക്കെ തലോടി ചുണ്ടുകൾ ചേർത്തു. അവന്റെ മുഖം ചുംബനം കൊണ്ട് മൂടി. ഇഷ്ടമാണെന്നല്ല, പ്രാണനാണെൻ്റെ. ഇന്ന് റാഹേൽ ജീവിച്ചിരിക്കുന്നത് പോലും എൻ്റെ ഇച്ചായനെ എന്നും കാണാൻ വേണ്ടിയാണ്. മരിക്കാൻ എനിക്ക് പേടിയാണ് ചായ. അവൾ സോളമന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് പൊട്ടിക്കരഞ്ഞു. ഉറക്കത്തിലെപ്പോഴോ അവന്റെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞു. രാവിലെ സോളമൻ ഉണരുമ്പോൾ അവന്റെ കൈക്കുള്ളിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ റാഹേൽ ചുരുണ്ടു കിടക്കുന്നു. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ റാഹേൽ സോളമന്റെ ഒപ്പം കിടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ മോന് മാമോദീസ ചടങ്ങ് കഴിഞ്ഞതിൽ പിന്നെയാണ് റാഹേലിന്റെ സ്വഭാവത്തിൽ മാറ്റം കണ്ടു തുടങ്ങിയത്. സോളമൻ അടുത്തേക്ക് ചെല്ലുന്നതും തൊടുന്നതും ഒന്നും അവൾക്ക് ഇഷ്ടമല്ല. ആകെ ഒരു തരം വെറുപ്പ്. ആദ്യമാദ്യം ആരോടും സംസാരിക്കാതെ ഒരേ ഇരിപ്പും കരച്ചിലുമായിരുന്നു. പിന്നീട് അത് അവളിൽ ഒരു ഭയം നിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു. അവർ അവളുടെ മനസ്സ് വായിച്ചു. കഴിയുന്നതും ഒറ്റയ്ക്കിരിക്കാൻ അനുവദിക്കാതെ എപ്പോഴും ആരെങ്കിലും കൂടെ കാണണം. മനസ്സ് കൈവിട്ടു പോകാൻ അനുവദിക്കരുത്. ഏറെ നാളത്തെ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ റാഹേൽ പൂർണ്ണമായും സോളമനിൽ നിന്നും അകന്നിരുന്നു. ആ വിഷമത്തിൽ സോളമൻ മദ്യപാനം ശീലമാക്കി. റാഹേൽ ഉണരുമ്പോൾ സോളമന്റെ നെഞ്ചിൽ ചേർന്നാണ്. തന്റെ കിടപ്പ് എന്നതുകൊണ്ട് അവൾ വേഗത്തിൽ അവനിൽ നിന്നും കുതറി മാറി. എവിടേക്കാ പെണ്ണെ നീ ഇങ്ങനെ ഓടിപ്പോകുന്നത്? നേരം വെളുത്തതല്ലേ ഉള്ളൂ. ഇനിയും സമയമുണ്ട്. ഇച്ചായം വിട്ടെ, എനിക്ക് പോകണം. എന്നെ വിട്. നീ വെറുതെ ഒച്ച വെച്ച് അപ്പച്ചനെ അമ്മച്ചിയെ ഉണർത്തണ്ട. ഇച്ചായൻ എന്നെ വിട്. മോൻ ഉണരും. മോൻ ഉണർന്നാലും നിന്നെ വിടില്ല. കുറേ നാളായി ഞാൻ ഇത് സഹിക്കുന്നു. നിനക്ക് എന്താണ് പ്രശ്നം? അത് പറ. എന്നും ഞാൻ ഉണരും മുന്നേ നീ താഴെ പോകും, എന്നെ ഒഴിവാക്കി. എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ നിനക്ക് താല്പര്യമില്ലേ റാഹേലെ? എനിക്കൊന്നും കേൾക്കണ്ട. ഇച്ചായം കുടിച്ച് നശിക്കുന്നതിൻ്റെ കാരണമാണ് എങ്കിൽ ഞാൻ പലവട്ടം കേട്ടതാണ്. എനിക്കിനി ഒന്നും കേൾക്കണ്ട. റാഹേൽ സോളമനെ തള്ളി മാറ്റി വേഗം എഴുന്നേറ്റ് ഡോറിൻ്റെ അടുത്തേക്ക് നീങ്ങി. സോളമൻ അവളെ വലിച്ച് നെഞ്ചിൽ ചേർത്ത് നിർത്തി. എന്തിനാ എന്നിൽ നിന്നിങ്ങനെ ഓടി ഒളിക്കുന്നത്? എന്നെ എന്തിനാ ഒഴിവാക്കുന്നത് എന്ന് എനിക്കറിയണോ? ഇന്ന് ഞാൻ അറിയാത്ത എന്ത് രഹസ്യമാണ് അതിന്ന് എനിക്കറിയണം. കുറേ നാളായി ഞാനെല്ലാം സഹിക്കുന്നു. ഒരു പൊട്ടനെ പോലെ എല്ലാവരുടെയും മുൻപിൽ ഞാൻ മാത്രം. ഇതിനും മാത്രം. സോളമൻ മുടി പിടിച്ച് വലിച്ച് കട്ടിലേക്കിരുന്നു. ഇച്ചായൻ ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ ചീത്തയാണ് ചായ. ഞാൻ കൊള്ളില്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചായനിൽ നിന്നും
ഒഴിഞ്ഞു മാറുന്നത്. എന്നെ ചീത്തയാക്കി ഇച്ചായ, ഞാൻ ചീത്തയാ. എന്നെ ഇനി ഇച്ചായന് വേണ്ട. റാഹേൽ അതും പറഞ്ഞ് നിലത്തേക്ക് ഊർന്നിരുന്നു. അന്ന് മോൻ്റെ മാമോദീസ കഴിഞ്ഞ് നടത്തിയ പാർട്ടിയിൽ എല്ലാവരും കൂടെ മദ്യപിച്ചത് ഇച്ചായന് ഓർമ്മയുണ്ടോ? അന്ന് സണ്ണിച്ചായൻ ബോധമില്ലാതെ എന്നെ. വൈകുന്നേരം പാർട്ടി കഴിഞ്ഞ് ആളും ബഹളവും ഒഴിഞ്ഞ് സോളമൻ ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചിരുന്നു. കുഞ്ഞും സോളമനും ഉറക്കമായിരുന്നു. റാഹേൽ ഡോർ ലോക്ക് ചെയ്ത് ലൈറ്റ് അണച്ച് തിരിയുമ്പോൾ പിന്നിൽ ആളനക്കം കേട്ടു. സണ്ണിച്ചായൻ കിടന്നില്ലേ? എന്തെങ്കിലും വേണോ? അന്ന് സണ്ണി ബോധമില്ലാതെ റാഹേലിനെ കീഴ്പ്പെടുത്തി. അവളുടെ പ്രതിരോധത്തെയെല്ലാം നിഷ്പ്രഭമാക്കി അയാൾ അവളെ ഉപയോഗിച്ചു. ബോധം വീഴുമ്പോൾ ചെയ്തു പോയ പ്രവൃത്തിയിൽ അയാൾക്ക് കുറ്റബോധം തോന്നി. അവളുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. സോളമനോട് പറയാൻ പല ആവർത്തി അവൾ ശ്രമിച്ചു. അപ്പോഴെല്ലാം സോളമൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഭയന്ന് റാഹേൽ എല്ലാം ഉള്ളിലൊതുക്കി. സോളമൻ അവളുടെ അടുത്തിരുന്നു. കുനിഞ്ഞിരുന്ന് കണ്ണുനീർ വാർക്കുന്നവളുടെ മുഖം പിടിച്ചുയർത്തി. റാഹേലെ, നിന്റെ സ്വഭാവത്തിൽ പെട്ടെന്ന് വന്ന മാറ്റം ഞാൻ തിരിച്ചറിഞ്ഞു. നിന്നെ സൈക്യാട്രിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോയപ്പോൾ നിന്റെ മനസ്സ് അവരെ വായിച്ചതാണ്. അത് എന്നെ അറിയിച്ചു. നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആര് മനസ്സിലാക്കും? എൻ്റെ ഇച്ഛായനെന്ന് പറയുന്ന ആ ചെറ്റയ്ക്ക് ഞാൻ കൊടുത്തു. എൻ്റെ പെണ്ണിനെ തൊട്ടതിന് 6 മാസം നീ കൗൺസിലിങ്ങുമായി നിന്റെ വീട്ടിലായിരുന്നപ്പോൾ അയാളൊന്ന് പെടുക്കാൻ പോലും ഒരാളുടെ സഹായം വേണമെന്ന രീതിക്ക് ഒരേ കിടപ്പ് കിടന്നു. ഞാൻ തന്നെയാണ് അത് ചെയ്തത്, എല്ലാം ഞാൻ അറിഞ്ഞു എന്നും പറഞ്ഞു. പിന്നെ കൊല്ലാൻ കഴിഞ്ഞില്ല, കൂടപ്പിറപ്പായി പോയി. അതിന് നീ ഇച്ഛായനോട് ക്ഷമിക്കടി. അയാളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയാൽ പിന്നെ നീയും എൻ്റെ കുഞ്ഞും. എന്നെ ഒറ്റയ്ക്കാക്കല്ലേ റാഹേലെ. നീയല്ലാതെ എനിക്ക് പറ്റില്ലടി. നിന്റെ ശരീരം കീഴ്പ്പെടുത്താനേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. നിന്റെ മനസ്സിൽ അതിപ്പോഴും ഞാനില്ലേ. പിന്നെ എന്താടി ഇച്ചായ, നമുക്കിവിടെ നിന്നും പോകാം. എനിക്കിവിടെ അയാളെ കാണുമ്പോൾ പറ്റുന്നില്ല. പോകാം റാഹേലെ, നമുക്ക് പോകാം. നമ്മുടെ കുഞ്ഞിനും നമുക്കും. ഇനി ഇവിടെ നിൽക്കണ്ട. രാവിലെ നേരത്തെ റെഡിയായി കയ്യിൽ ബാഗുമായി ഇറങ്ങി വരുന്ന റാഹേലിനെയും സോളമനെയും അപ്പനും അമ്മയും കൂടി നോക്കി. സ്റ്റെല്ലയും സണ്ണിയും ഒന്നും മിണ്ടിയില്ല. ഞാനും എൻ്റെ കുടുംബവും ഇനി ഇവിടെ ഉണ്ടാവില്ല അപ്പച്ചാ. അതെന്താടാ പെട്ടെന്ന്? പെട്ടെന്നങ്ങനെ വേണ്ടി വന്നു. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത വീട്ടിൽ ഇനി പറ്റില്ല. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ അത് ചിലരുടെ മുഖം മൂടി വലിച്ചു കീറലാകും. അതുകൊണ്ട് ഇറങ്ങുന്നു. സണ്ണിയുടെ മുഖം അപമാനഭാരത്താൽ കുനിഞ്ഞുപോയി. സ്റ്റെല്ലയുടെ നോട്ടം നേരിടാനാവാതെ സണ്ണി കഴിപ്പ് മതിയാക്കി എഴുന്നേറ്റുപോയി. പിന്നാലെ തന്നെ സ്റ്റെല്ലയും. അപ്പോഴേക്കും സോളമൻ്റെ കാർ രാഹേലിനെയും കുഞ്ഞിനെയും കൊണ്ട് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.